നമസ്കാരം, ലേഡീസ് അവറിന്റെ കുക്കറി സെഗ്മെന്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരാളെയാണ് ലേഡീസ് അവറിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നല്ലൊരു ബ്യൂട്ടീഷ്യനാണ്, വളരെ നല്ലൊരു ആർട്ടിസ്റ്റാണ്, നല്ല പെയിൻറ്റിങ് വർക്കൊക്കെ ചെയ്യും. ആൻഡ് അതിലുപരി നമ്മളിപ്പോൾ ഈ കൊറോണ കാലത്ത് ലോക്ക്ഡൗൺ ഒക്കെ വന്നതിന് ശേഷം എല്ലാവരും നമ്മുടെ അടുക്കളയിൽ കിട്ടുന്ന പരിമിതികളിൽ ആ സ്വാതന്ത്ര്യം എൻജോയ് ചെയ്ത് മുന്നോട്ട് പോവുകയാണ്. അതിൽ നിന്ന് കുഞ്ഞു കുഞ്ഞു വരുമാനം ഉണ്ടാക്കുന്ന ആൾക്കാരാണ് നമ്മുടെ നാട്ടിൽ ഒക്കെ ഉള്ളത്. അപ്പോൾ അങ്ങനെ ഓൺലൈൻ ക്ലാസ്സസ് ഒക്കെ ചെയ്ത് ചെറിയ രീതിയിൽ തുടങ്ങിയ സംരംഭം വലിയ രീതിയിൽ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ള ഒരു സ്പെഷ്യൽ ലേഡിയാണ് എൻ്റെ കൂടെ ഉള്ളത്, മിസ്സസ് നാജ സഫറു. വെൽക്കം ഇത്ത. ഇന്ന് ഞാൻ പറഞ്ഞ പോലെ തന്നെ സ്പെഷ്യലാണ്. മുഖവും കണ്ടാൽ നിങ്ങൾക്കറിയാം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ലേഡിയാണ് നമ്മുടെ കൂടെ ഉള്ളത്. അത്രയും മധുരം നിറഞ്ഞൊരു ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്ന ആളാണ്. എങ്ങനെയാണ് ഈ ലോക്ക്ഡൗൺ കാലത്തെ എക്സ്പീരിയൻസ് ഒക്കെ? എങ്ങനെ പോകുന്നു ഇപ്പോൾ ലൈഫൊക്കെ ഇത്ത? ഇപ്പം കുഴപ്പമില്ലാണ്ട് തന്നെ പോകുന്നു. കാരണം ലോക്ക്ഡൗണിൻ്റെ സമയമായപ്പോഴത്തേക്കാണ് ഞാനിപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ്സുകൾ തുടങ്ങിയത്. അപ്പോൾ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത് കൊണ്ട് ഒരുപാട് പേർക്ക് വരുമാന മാർഗമായിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്യൂട്ടോറിയൽസ് ഒക്കെ എന്തെങ്കിലും ഇപ്പൊ നമ്മൾ സ്റ്റിച്ചിങ് പഠിക്കാനോ പെയിന്റിംഗ് പഠിക്കാനോ ഒക്കെ പുറത്ത് പോയി പഠിക്കാം അല്ലേ? എത്രമാത്രം പ്രതീക്ഷ ഉണ്ടായിരുന്നു തുടങ്ങുമ്പോൾ? ഓൺലൈൻ തുടങ്ങുമ്പോൾ സക്സസ് ആവുമോന്നുള്ള എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ ഫസ്റ്റ് ബാച്ച് തുടങ്ങിയപ്പോൾ തന്നെ നല്ല കോൺഫിഡൻസ് ആയി. ഞാൻ ശരിക്കും വീട്ടിൽ തന്നെയായിരുന്നു ക്ലാസ്സുകൾ എടുത്തുകൊണ്ടിരുന്നത്. ലോക്ക്ഡൗണിന്റെ സമയമായപ്പോഴത്തേക്കാണ് എല്ലാവർക്കും വന്ന് പഠിക്കാനുള്ള ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് അങ്ങനെ ഓൺലൈൻ ക്ലാസ് തുടങ്ങിയത്. നമുക്ക് ഒരു ബാച്ചിൽ ഒരു 100-125 പിള്ളേരോളം ഉണ്ടാവും. 125 പേരുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ എത്ര ദിവസമാണോ? വീക്ക്ലി വൺസ് ആണോ ഷൂട്ട്? ഇല്ല, ഒരു ബാച്ച് എന്ന് പറയുമ്പോൾ ഇപ്പോൾ കേക്കിന്റെ ഒരു ക്ലാസ് ആണെന്നുണ്ടെങ്കിൽ 10 ദിവസത്തെ ക്ലാസ് ആയിരിക്കും. 10 ദിവസം. എന്തൊക്കെയാ ചെയ്യണേ? കേക്ക്സ് മാത്രം അല്ല, കേക്ക് ഉണ്ട്, ചോക്ലേറ്റ് ഉണ്ട്, കുക്കീസ് ഉണ്ട്, എല്ലാം വൈനുണ്ട്. കേക്ക്സ്, ചോക്ലേറ്റ്, കുക്കീസ് ഉണ്ട്, വൈനും കൂടി ഉണ്ട്, പിന്നെ സ്നാക്സ് ഐറ്റംസും കൂടി ഉണ്ട്. ഇതെല്ലാം തനിയാണോ? സാധാരണ ഇപ്പൊ എല്ലാവരും ഒറ്റയ്ക്കാണ് ചെറിയൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി തനിയെ ഷൂട്ട് ചെയ്ത്. ഇതൊക്കെ സപ്പോർട്ടായിട്ട് എനിക്ക് ഹസ്ബൻഡ് ഉണ്ട്, മോനും ഉണ്ട്. അവരെല്ലാവരും സപ്പോർട്ടോടു കൂടിയാണ് ഞാൻ ചെയ്യുന്നത്. ഹസ്ബൻഡും ഉണ്ട്, ഫുൾ സപ്പോർട്ടാണ്. അപ്പൊ വീട്ടിൽ നിന്ന് കിട്ടുന്ന ആ ഒരു സ്നേഹവും കെയറിങ്ങും ആ ഒരു സപ്പോർട്ടിലാണ് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. ഇതിൽ നിന്ന് ഒരു വരുമാനം പ്രതീക്ഷിച്ചിട്ടായിരിക്കുമല്ലോ തുടങ്ങിയിട്ടുണ്ടാവുക. ഇതൊക്കെ അതുകൊണ്ടുള്ള ഗുണം, നല്ല ഗുണമുണ്ട്. മറ്റുള്ളവർക്കും പ്രതീക്ഷിക്കാവുന്നതാണ്. നമുക്ക് കിട്ടുന്ന ഒരു വരുമാനം കൊണ്ട് ഞാൻ ഒരു ചാരിറ്റി അതും കൂടി ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരു സമൂഹത്തിനോട് കൂടി ഇഴകി ചേർന്ന് നിൽക്കുന്ന ഒരാളാണ്. ഒരു സോഷ്യലി വളരെ കൈൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സൺ കൂടിയാണ്. അപ്പോൾ ഒരു നന്മ കൂടി പങ്കുവെക്കുകയാണ്. നമുക്ക് പറ്റുന്ന ഒരു കഴിവ് മറ്റുള്ളവരിലേക്ക് അറിയിക്കാം, നമുക്കും ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും എനിക്ക് ഓരോ ക്ലാസ്സിൽ നിന്ന് കിട്ടുന്ന ക്യാഷിൽ നിന്ന് ഞാനൊരു തുക എടുത്തിട്ട് നമ്മൾ ചാരിറ്റിക്ക് വളരെ നല്ല കാര്യം. നമുക്ക് കിട്ടുന്ന ഒരു ഇൻകത്തിൽ നിന്ന് ചെറിയൊരു വരുമാനം മറ്റുള്ളവർക്കും കൊടുക്കുക. ഇപ്പോഴത്തെ സാഹചര്യത്തിലൊക്കെ എല്ലാവരും അങ്ങനെ ഒരു മുതൽക്കൂട്ടല്ലേ, എല്ലാവരും ഒരുമിച്ച് നിൽക്കുക. വിശേഷങ്ങൾ പറയാൻ തുടങ്ങിയാൽ ഇതിൽ അജയത്തായിട്ട് കുറെ കാര്യങ്ങൾ അറിയാൻ നമുക്ക് ഉണ്ടായിരിക്കും. ഞങ്ങൾക്ക് ഇന്ന് 4 മണി പലഹാരമാണ് ഇവിടെ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പൊ ഞാൻ മാത്രം സംസാരിച്ചാൽ പോരാ, കാണാൻ പ്രേക്ഷകർ ആഗ്രഹിക്കുന്നത് പുതിയ പുതിയ ടിപ്സ് ആണെന്ന് അറിയാം. എന്താ ഇന്ന് നമുക്ക് വേണ്ടിയിട്ട്? ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കുന്നത് ഒരു പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു 4 മണി പലഹാരം. പൊട്ടറ്റോ വെച്ചിട്ടുള്ള ഒരു നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു അടിപൊളി, നമുക്കൊരു സൈഡ് ഡിഷ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റംസ്. വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പമായിട്ട് നമുക്ക് ചെയ്യാം. തുടങ്ങിയാലോ? നമുക്ക് തുടങ്ങി. അപ്പോൾ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ചെറിയൊരു 4 മണി പലഹാരം നമുക്ക് സമയം കളയാതെ തന്നെ തുടങ്ങാം. ഇൻഗ്രീഡിയൻസ് മെയിനായിട്ട് പൊട്ടറ്റോ മാത്രമാണോ ഇതിൽ? പൊട്ടറ്റോ ഉണ്ട്, പിന്നെ ഗാർലിക്, ജിഞ്ചർ ഗാർലിക് ഉണ്ട്, പിന്നെ ചില്ലി, ശരി, മൈദ, പിന്നെ എഗ്ഗ്. ഇത്രേ ഉള്ളൂ. ഒരുപാട് വേറെ കുറെ അഡോൺസ് ഒന്നും ഇല്ല. ഐറ്റംസ് അധികം നമുക്ക് ഇതിന് ആവശ്യമില്ല. പിന്നെ വേണം എന്നുണ്ടെങ്കിൽ നമുക്കിത് ചെയ്തതിന് ശേഷം ഇത് ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ചെയ്തതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ സോസൊക്കെ ആഡ് ചെയ്തിട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പം നമുക്ക് തുടങ്ങിയാലോ? നമുക്ക് ഒട്ടും സമയം കളയാറില്ല, പെട്ടെന്ന് നമുക്ക് അകത്തേക്ക് എത്തുന്ന കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. തുടങ്ങാം. ഫ്രൈ ചെയ്യാണോ ആദ്യം വേണ്ടത്? ഫ്രൈ ചെയ്യാണ് ചെയ്യുന്നത്. ഫ്രൈ ചെയ്യാന്നല്ല, നമ്മളിതെല്ലാം കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമുക്ക് തുടങ്ങാം. ഇത് ഞാൻ 3 പൊട്ടറ്റോ പുഴുങ്ങി ഗ്രേറ്റ് ചെയ്തെടുത്ത് വെച്ചേക്കുന്നതാണ്. മീഡിയം ടൈപ്പിലുള്ള പൊട്ടറ്റോ. ക്ലിയർ ആയിട്ട് നമ്മളൊന്നുകൂടി പറയൂട്ടോ. 3 പൊട്ടറ്റോ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുകയാണ് അല്ലേ? പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് വെച്ചേക്കും. പുഴുങ്ങി ഗ്രേറ്റ് ചെയ്ത് സെറ്റാക്കി വെച്ചിരിക്കുന്നതാണ്.
അതിപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ കൈവച്ച് പൊടിച്ചാണെന്നുണ്ടെങ്കിലും അങ്ങനെയും ചെയ്തെടുക്കാം. ഞാനത് ഗ്രേറ്റ് ചെയ്തെടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. ശരി ശരി. നമുക്ക് എളുപ്പത്തിന് നമ്മുടെ കിച്ചണിൽ എന്തൊക്കെയാണോ ഉപകരണങ്ങളുള്ളത് അതൊക്കെ വെച്ച് ചെയ്യാം. നമുക്ക് കൈ കൊണ്ട് നന്നായിട്ട് നുടച്ചെടുത്താലും ചെയ്യാൻ പറ്റും. ഇതിലേക്ക് നമ്മൾ 2 ടീസ്പൂണോളം മൈദ ആഡ് ചെയ്ത് കൊടുക്കാം. മൈദയോ അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കോൺഫ്ലോറോ അങ്ങനെ എന്ത് വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്യാം അതിൻ്റെ. ശരി. 3 മീഡിയം സൈസ് പൊട്ടറ്റോയ്ക്ക് 2 ടേബിൾ സ്പൂൺ ആണ് മൈദ അല്ലേ, അല്ലെങ്കിൽ കോൺഫ്ലവർ 2 സ്പൂൺ മൈദ ചേർത്തു. ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ശബ്ദം കേൾക്കുന്ന പെറ്റ്സ് ഉണ്ടോ? ബേർഡ് ഉണ്ട് ഇവിടെ. പാരറ്റിന്റെ ഒക്കെ ശബ്ദം കേൾക്കണോ? ലവ് ബേർഡ് ആണോ? ഇടയ്ക്കിടയ്ക്ക് ശബ്ദമൊക്കെ കേൾക്കുന്നുണ്ട് കിളികളിലേക്ക്. അപ്പോൾ മുകളിൽ നമുക്ക് കുറച്ച് കഴിഞ്ഞാൽ അവരെ കാണാം. നമുക്ക് ആവശ്യമുള്ള സോൾട്ട് ഇട്ട് കൊടുക്കാം അതിനകത്തേക്ക്. ഉപ്പ് ആവശ്യത്തിന് ചേർക്കാം. ചേർത്തു. പിന്നെ നമ്മൾ ഇതിൽ ഒരു സ്പൂണോളം വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞു വെച്ച വെളുത്തുള്ളി, ഇഞ്ചി എല്ലാം ഓരോ സ്പൂൺ വെച്ചിട്ട് ഇഞ്ചി, പിന്നെ പച്ചമുളക് 2 പച്ചമുളക് അരിഞ്ഞെടുത്ത് വെച്ചേക്കണത്. ചെറിയ പച്ചമുളക് 2 കാരണം ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ കാശ്മീരി ചില്ലി പൗഡറും കൂടി ഇടുന്ന കാരണം കളറിന് വേണ്ടിയിട്ട് നമുക്കിതിൻ്റെ അകത്തേക്ക് കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കാം. 2 ടീസ്പൂൺ 2 ടീസ്പൂൺ തന്നെ കാശ്മീരി ചില്ലി പൗഡറും കൂടി. ഈ വീട്ടിലെ കാര്യങ്ങളും ഇതെല്ലാം കൂടി അപ്പോൾ ഇത്താക്ക് എങ്ങനെയാ സമയം കിട്ടണേ? സമയം നമ്മളായിട്ട് ഉണ്ടാക്കിയെടുക്കുന്നതാണ് സമയം. മടി എന്നുള്ളത് മാറ്റി വെക്കാനുള്ളത് എന്റെ ചോദ്യത്തിനുള്ള കറക്റ്റ് ആയിട്ടുള്ള മറുപടി തന്നെയാണ് നാജയത്ത പറഞ്ഞത്. ഗരം മസാല 1 ടീസ്പൂൺ. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സ് ചെയ്ത് ഒരു എഗ്ഗും കൂടി ആഡ് ചെയ്യണം അല്ലേ? ഒരു എഗ്ഗും കൂടി. എഗ്ഗ് വേണ്ടാത്തവർക്കാണെന്നുണ്ടെങ്കിൽ അത് അവോയ്ഡ് ചെയ്യാം, ഒഴിവാക്കാം. ഇപ്പോൾ മുട്ടയുടെ ഒരു ടേസ്റ്റ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ എഗ്ഗ് ഒഴിവാക്കാം. നമ്മളിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് എഗ്ഗും കൂടി ഇതിൻ്റെ അകത്തേക്ക് പൊട്ടിച്ചൊഴിക്കാം. ഫ്രൈ ചെയ്യുന്ന ഐറ്റംസിന് എല്ലാം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസിക്ക് ഒരു എഗ്ഗ് ആഡ് ചെയ്യുന്നത് പതിവാണ് അല്ലേ? ഉണ്ട്. നമുക്കത് കൈ കൊണ്ട് തന്നെ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അധികം സമയമൊന്നും വേണ്ട, ചെറിയ വളരെ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് അത്രയും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. വളരെ എളുപ്പമാണ്, ടേസ്റ്റിയാണ്. ഇപ്പോൾ കേരളത്തില് എത്ര കൂടെ പ്രതീക്ഷിച്ച ലെവലിൽ കുട്ടികളൊക്കെ കിട്ടിയോ? കേരള ഉണ്ട്, പിന്നെ ഗൾഫിൽ നിന്നൊക്കെ ഉണ്ട്. ഗ്രേറ്റ്. നമ്മുടെ നാട്ടിൽ മാത്രമല്ല കേട്ടോ, പുറത്തേക്കും ടീച്ചറെ അറിഞ്ഞു തുടങ്ങിയിരിക്കുകയാണ് അല്ലേ? നാജ ടീച്ചർ പുറത്തും ഫേമസ് ആയിക്കൊണ്ടിരിക്കുന്നത്. വേറെ എവിടെയൊക്കെ ഉള്ളത്? നൈജീരിയ. ഗ്രേറ്റ്. അപ്പോൾ അത് ഓൺലൈൻ ബിസിനസ് ഒക്കെ ചെറിയൊരു സംരംഭം നമ്മൾ തുടങ്ങുന്നവർക്ക് ചെറിയ മടിയോട് കൂടിയിട്ടൊക്കെ തുടങ്ങുകയാണെങ്കിൽ പോലും നമുക്ക് മുന്നോട്ട് വരാനുള്ള ഒരു വലിയ എക്സാമ്പിളാണ് നാജയിത്ത. ഒരുപാട് പേർക്ക് വരുമാന മാർഗ്ഗമായി. അതാണ് ഏറ്റവും വലിയൊരു നമുക്കൊരു സന്തോഷം എന്ന് പറഞ്ഞത്. പിന്നെ അതിൽ നമുക്ക് തീരെ ഒരു പാവപ്പെട്ട ആളുകൾക്കൊക്കെ നമ്മൾ ഫ്രീ ആയിട്ട് ചെയ്തു കൊടുക്കുന്നുണ്ട്, ക്ലാസ്സിൽ ചേർക്കുന്നുണ്ട്. ഗ്രേറ്റ്. അവർക്ക് ബുദ്ധിമുട്ടുള്ളവർ പറയും നമ്മളോട്. ഓക്കെ. അപ്പോൾ നമുക്ക് എപ്പിസോഡിൻ്റെ വൈൻഡപ്പിൽ നമ്മൾ പറയാല്ലേ, എങ്ങനെയാണ് ഇനിയിപ്പോൾ പുറത്ത് പോയി പഠിക്കാൻ പറ്റാത്തവളും സാധാരണ സാഹചര്യങ്ങളിൽ വരുന്ന കുട്ടികൾക്ക് കൂടി നാജയിത്ത ഒരു ഹെൽപ്പാണ്. ഇപ്പോൾ നമ്മളിത് എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ശരി. ഇനി ഇത് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഓയിൽ ആദ്യം നമുക്കൊന്ന് ചൂടാക്കാം. ചൂടാക്കിയതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് ഇട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അത്രേ ഉള്ളൂ. മിക്സ് വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നമ്മൾ ഓയിൽ ഒഴിച്ച് ചൂടാക്കി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം അല്ലേ? അതെ. ഇതിപ്പോൾ സൺഫ്ലവർ ഓയിലാണ്. സൺഫ്ലവർ ഓയിൽ തന്നെ ചെയ്യണോ? സൺഫ്ലവർ ഓയിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി ബെറ്റർ, നല്ലത്. കുറച്ചും കൂടി നല്ലത് സൺഫ്ലവർ ഓയിലാണ് നാജയിത്ത യൂസ് ചെയ്യുന്നത്. ഇത് നമ്മൾ ഡീപ്പ് ഫ്രൈ ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഡീപ്പ് ഫ്രൈ ചെയ്യാൻ. അപ്പോൾ ഇന്ന് ക്ലാസ് ഉണ്ടോ? ഞങ്ങൾ വന്നതുകൊണ്ട് ഇന്ന് ക്ലാസ് ഞാൻ മാറ്റി വെച്ചേക്കാം. നമുക്ക് വേണ്ടി കുറച്ച് സമയം തന്നിരിക്കുക അല്ലേ? അതെ. അപ്പോൾ ഇതിനായി വരണം. വേറെ ചൂടായി വരട്ടെ. വേറെ എന്തൊക്കെയായിരുന്നു? പെയിന്റ് ചെയ്യുന്നു പറഞ്ഞു, ബോട്ടിൽ ആർട്ട് ചെയ്തു. അതിപ്പോൾ നമ്മുടെ ഈ ലോക്ക്ഡൌണിന്റെ സമയമായപ്പോഴത്തേക്ക് വെറുതെ ഇരിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ്, അതുകൊണ്ട് ആ ഒരു സമയത്ത് ചെയ്തതാണ്. ഓക്കെ. നമ്മളൊക്കെ ചിന്തിക്കേണ്ടിയിരിക്കുന്നു, ഈ ലോക്ക്ഡൌൺ കാലത്ത് നമ്മളൊക്കെ എന്ത് കഴിച്ചു അല്ല, പിന്നെ മൈക്രോ കൃഷിയുടെ ഞാൻ പറയുന്നത് പോലും എന്ത് കഴിച്ചു എന്നാണ്. ലോക്ക്ഡൌൺ കാലത്ത് നമുക്ക് പലർക്കും പറ്റിപ്പോയിട്ടുള്ളത് കഴിപ്പാണ്. ആ സമയത്ത് കഴിവുള്ളവര് അവരുടെ കഴിവ് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ വേണ്ടി ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്തു തുടങ്ങി അല്ലേ? അതുപോലെ തന്നെ ബോട്ടിൽ ആർട്ട് പോലെ തന്നെ വേറെന്താണ്
പിന്നെ ബ്യൂട്ടീഷ്യനാണ്. ജ്വല്ലറി വർക്ക്, ജ്വല്ലറി മേക്കിംഗ് ചെയ്യുന്നുണ്ട്. ആക്സസറീസ് ഒക്കെ ഉണ്ടാക്കും അല്ലേ? അതെങ്ങനെ പുറത്ത് ഷോപ്പിലൊക്കെ കൊടുക്കാറൊക്കെ ആയോ? അങ്ങനെ ചെയ്യോ? ഷോപ്പിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ ഇടയ്ക്ക് വെച്ച് എനിക്ക് സമയമില്ലാത്തതുകൊണ്ട് പിന്നെ ഞാൻ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു. അത് റിസൈൻ ചെയ്തിട്ടാണ് കേക്കിന്റെ പരിപാടിയിലേക്ക് കൂടുതലായിട്ട് ഇറങ്ങിയത്. വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. എവിടെയായിരുന്നു ജോലി? സിറ്റിയിൽ. ഓക്കെ, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്. എന്തായാലും ഫാമിലി മെമ്പേഴ്സിന്റെ ഒരു സപ്പോർട്ട് കൊണ്ട് കൂടിയാണ് കേട്ടോ, അത് പറയാതെ വയ്യ. നമ്മുടെ വീട്ടിലൊക്കെ ഇതുപോലെ കൂടെയുള്ള കുടുംബാംഗങ്ങളെ, പാചകറാണിമാരെ പ്രത്യേകിച്ചും സപ്പോർട്ട് ചെയ്യാൻ ഒരു ബാക്ക് സപ്പോർട്ട് വീട്ടിൽ നിന്ന് ആരെങ്കിലും കൊടുത്താൽ അല്ലെ മുന്നോട്ട് ഇതുപോലെ ഞങ്ങൾക്കൊക്കെ ഒന്ന് എപ്പോഴെങ്കിലൊക്കെ വന്ന് പരിചയപ്പെടുത്താനായിട്ട് സാധിക്കും. നമ്മുടെ എണ്ണ നല്ലപോലെ ഒന്ന് തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് ഇതിലേക്ക് മിക്സ് ചെയ്ത് വെച്ച പൊട്ടറ്റോ മിക്സ് ഒക്കെ നമ്മൾ എണ്ണയിലേക്ക് ബൗൾസ് ആക്കിയിട്ട് ഇടാൻ പോവാ അല്ലേ? ജസ്റ്റ് വെറുതെ ഒന്നൊരു ഷേപ്പ് ഒന്നും ആകണ്ട, ഇതേപോലെ ഒരു ചെറിയൊരു ഷേപ്പ് വേണ്ട, ജസ്റ്റ് ഒന്ന് ഒരു കട്ട്ലേറ്റ് ഒക്കെ നമ്മൾ കൈകൊണ്ട് ചെയ്യുന്ന പോലെ തന്നെ സിമ്പിൾ ആയിട്ട് നന്നായി തിളച്ച എണ്ണയിലേക്ക് തന്നെ നമ്മൾ എപ്പോഴും അല്ലേ എല്ലാ ഡീപ് ഫ്രൈ ചെയ്യുന്ന ഐറ്റംസ് ചെയ്യുന്ന പോലെ തന്നെ നന്നായി തിളച്ചതിന് ശേഷം വേണം ഇട്ട് കൊടുക്കാനായിട്ട്. നല്ല നിറമൊക്കെ ഉണ്ട് അല്ലേ? കാശ്മീരി ചില്ലി ചേർത്തുകൊണ്ടായിരിക്കും, മുളക് പൊടി കൂടി ഉണ്ട്. ചായ കുടിക്കാൻ നേരം ആവും തോറും നജൈത്ത നമ്മളെ ടിപ്സ് മാത്രമല്ല കൊതിപ്പിച്ചോണ്ടും കൂടി ഇരിക്കുകയാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാവല്ലോ അല്ലേ? പിന്നെ തീർച്ചയായിട്ടും വന്നപ്പോൾ തന്നെ നോക്കിയിരുന്നു. എന്തായാലും കുഴച്ച് വെച്ചിരിക്കുന്നത് നമുക്കൊക്കെ ഉള്ള ഇവിടെ ഞങ്ങൾക്കൊക്കെ പാകത്തിനുണ്ട്. അപ്പോൾ അവിടെയും കൂടി ചായയൊക്കെ റെഡി ആയിട്ടിരിക്കുമ്പോൾ നിങ്ങൾ കുഞ്ഞു കുഞ്ഞു സ്നാക്ക് ഉണ്ടാക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നെങ്കിൽ വേഗം 2 ഉരുളക്കിഴങ്ങ് എടുത്ത് പുഴുങ്ങിക്കോളൂ അല്ലേ? എന്തൊക്കെയായിരുന്നു നമുക്ക് വേണ്ടത്? കുറച്ച് ഇഞ്ചി, വെളുത്തുള്ളി, വേവിച്ച് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ കൈ കൊണ്ട് ഉടച്ചിരിക്കുന്ന പൊട്ടറ്റോ, 2 പച്ചമുളക്, 2 എണ്ണം മതിയോ? 2 പച്ചമുളക്, 1 സ്പൂൺ മതിയോ? കാശ്മീരി ചില്ലി 2 സ്പൂൺ കാശ്മീരി ചില്ലി ഒരു കളറിന് വേണ്ടിയിട്ട്. ആൻഡ് ആവശ്യത്തിന് ഉപ്പ്, 2 സ്പൂൺ മൈദ അല്ലേ? 2 സ്പൂൺ നല്ലതുപോലെ കളറായി വന്നു. ഇത്രയും ഈ മൈദയൊക്കെ ചേർത്ത് ഒരു മുട്ട കൂടി വേണമെങ്കിൽ ആഡ് ചെയ്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു മിക്സാണ് നമ്മൾ ഡീപ് ഫ്രൈ ചെയ്യാൻ വേണ്ടി എണ്ണ തിളപ്പിച്ച് നമ്മുടെ കൈ കൊണ്ട് തന്നെ സിമ്പിളായിട്ട് നമ്മളൊരു ഷേപ്പ് ആക്കിയിട്ട് ഇതായിപ്പോൾ നല്ല മുറിഞ്ഞൊക്കെ വന്നിരിക്കുകയാണ്. മണം കിട്ടി തുടങ്ങുന്നേ ഉള്ളൂ. ഫ്രൈ ആകുമ്പോഴേക്കും ഫ്ലെയിം ഒന്ന് കുറച്ച് കൊടുക്കാം. കൊതി കൂടുമ്പോൾ നമ്മൾ ഫ്ലെയിം ഒന്ന് കുറച്ച് വെക്കുക, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകും. പിന്നെ ഇത് കുക്കായതാണല്ലോ നമ്മുടെ പൊട്ടറ്റോ, അതുകൊണ്ട് പിന്നെ അധികം മണം വന്നു തുടങ്ങി. മണം വരുന്നുണ്ട്. ഗരം മസാല കൂടി ആഡ് ചെയ്തു. ഗരം മസാല ആഡ് ചെയ്ത് പറഞ്ഞിരുന്നു. മണം വരുമ്പോഴാണ് നമ്മൾ എന്തൊക്കെ ആഡ് ചെയ്തെന്ന് വിട്ടുപോയിട്ടുള്ള കാര്യങ്ങൾ ഓർത്തെടുക്കണേ. നോട്ട് ദ പോയിന്റ്. ഗരം മസാല ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. മുരിഞ്ഞൊക്കെ വരുന്നുണ്ട്, കളർ മാറുന്നുണ്ട്, വാസന വ്യത്യാസം വന്നു തുടങ്ങി, ക്ഷമ മാറി തുടങ്ങി. ഊണ് കുറച്ച് നേരമായിട്ടുള്ളൂ കഴിച്ചിട്ട്, എന്നാലും അതിൻ്റെ മണമൊക്കെ വരുമ്പോൾ ചായ നമുക്ക് 4 മണി ആക്കാതെ മുൻപേ കുടിച്ചാലോ നല്ല ആലോചനയാണ്. ഒരു 2:45 3 മണിയാകുമ്പോഴേക്കും ചായ കുടിക്കാനുള്ള ആഗ്രഹത്തോട് കൂടി നിൽക്കണം. പൊള്ളു കുറച്ചൊന്ന് മാറി നിന്നോളാനുള്ള ഒരു ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിൽ നിന്ന് കോരി എടുത്ത് മാറ്റി. ശരി. അപ്പം ഇതിഞ്ഞ് നമുക്കിത് കോരി എടുത്ത് മാറ്റി വയ്ക്കാം. പാകത്തിന് മൊരിഞ്ഞിട്ടുണ്ട്. അത് അതിൻ്റെ ഭംഗിയായിട്ട് ഇങ്ങനെ നല്ല പാകത്തിനായിട്ട് അതിന് എണ്ണയൊക്കെ പോട്ടെ, ഒരു പേപ്പറൊക്കെ വെച്ച് നമുക്ക് ഭംഗിയായിട്ട് എടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചെയ്തെടുക്കാം. അങ്ങനെ നല്ല മുരിഞ്ഞ് വന്നിട്ടുള്ള സുന്ദര കുട്ടപ്പന്മാർ ഇവിടെ റെഡിയാണ്. ഒരു നമ്മൾ ചായയൊക്കെ കുടിക്കാറാകുമ്പോൾ ഇതൊരു 2-3 എണ്ണം, എൻ്റെ കളവിന് ഒരു 2-3 എണ്ണമൊക്കെ എടുത്ത് അടിച്ചാൽ സന്തോഷമായിരിക്കും. റെഡിയാണല്ലോ അല്ലേ? കഴിക്കാറായോ? ഇല്ല, ഞാൻ കുറച്ച് പണിയും കൂടി കുറച്ചുകൂടി ക്ഷമ വേണമെന്ന് ഇട്ട് പറയാണ്. ചെറിയ ഒരു പണി കൂടി. ഗാർണിഷിംഗ് അല്ലേ? വലിയ സമയം വേണ്ട. ഗാർണിഷിംഗ് ആണോ? ഗാർണിഷിംഗ് അല്ല, നമുക്ക് വേറെ കുറച്ചൊരു കോട്ടിങ് കൂടിയൊക്കെ ഉണ്ട്. അപ്പം ഞാൻ സമയം കൊടുക്കാം. ഇതിനിപ്പോൾ നമ്മൾ എന്തൊരു പേരിടുക? കാണാനൊരു ഷേപ്പൊക്കെ വലിയ കാര്യമായിട്ടില്ലെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് ഉണ്ടാക്കിയൊരു സാധനമല്ലേ? അതിനൊരു പുതിയൊരു പേരിടാം, പൊട്ടറ്റോ 65. അപ്പം നമുക്ക് ചിക്കൻ 65 കണ്ടു കഴിഞ്ഞാലും ആ ഒരു ഷേപ്പിലും ആ ഒരു രീതിയിലൊക്കെയാണല്ലോ. ഞാനും കുറച്ച് നേരമായി പിടിച്ചു നോക്കണം ആഗ്രഹിക്കുന്നു. വളരെ സോഫ്റ്റ് ആണ്, നല്ല മണമാണ്. കഴിഞ്ഞിട്ടില്ലല്ലോ, അപ്പം നമുക്ക് പൊട്ടറ്റോ 65. നമുക്ക് ഫ്രൈ പാൻ ഒന്ന് ചൂടായിട്ടുണ്ട്. അതിൻ്റെ അകത്തേക്ക് കുറച്ച് ഓയിലൊന്ന്, ഇത് നമ്മൾ നേരത്തെ അരിഞ്ഞ് മാറ്റി വെച്ചിരുന്ന ആ ഇഞ്ചി വെളുത്തുള്ളി അതിൽ നമ്മൾ കുറച്ച് മാറ്റി വെച്ചിരുന്നല്ലോ, അത് നമ്മളൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ശരി. ചെറിയൊരു പരിപാടി കൂടി ബാക്കിയുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ആദ്യം അരിഞ്ഞ് വെച്ചിട്ടുള്ള ആ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർത്ത് മസാല ഇനി ചെയ്യാൻ പോകുന്നത് എന്താ? ഇഞ്ചി വെളുത്തുള്ളി ഇതൊന്നെല്ലാം മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ നമ്മുടെ സോസ് ആഡ് ചെയ്ത് ഇതുവിട്ട് ശരി പൊട്ടറ്റോ 65 അതിൽ തട്ടാം അല്ലേ?
അപ്പോൾ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ, വൈകുന്നേരം എന്തായാലും ഇത്താടെ കുട്ടികൾക്ക് വന്നിട്ട് പലഹാരം ഉണ്ടാവോ എന്നുള്ള കൺഫ്യൂഷൻ വേണ്ട ആവശ്യമില്ല അല്ലേ? ഡെയിലി എന്തായാലും വൈകുന്നേരത്തെ സ്നാക്ക് റെഡി ആയിരിക്കും അല്ലേ? വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. പൊട്ടണുണ്ട മറിയുന്നു. പ്രിക്കോഷനൊക്കെ എടുത്തുകൊണ്ട് നമുക്ക് കറിവേപ്പില താളിക്കുന്ന സമയത്ത് മാത്രം നമ്മൾ മാറി നിൽക്കാം. ബാക്കിയൊക്കെ അടിപൊളി. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നത് സ്പ്രിംഗ് ഓണിയൻ. സിമ്പിൾ അല്ലേ? പഠിച്ചു തുടങ്ങുന്നവർക്കൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ള സിമ്പിളായിട്ട് ചെയ്യാവുന്നതാണത്. നന്നായി ഒന്ന് വഴണ്ടി ഇട്ടിട്ടുണ്ട്. ഇനി ഇതിൻ്റെ അകത്തേക്ക് നമുക്ക് സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോസ് ഇതിൽ ആഡ് ചെയ്യാണ് ഇതിൻ്റെ അകത്ത്. ഓക്കെ ഓക്കെ. സോയാ സോസ്. ഇതിപ്പോൾ ഇത് ഇല്ലാന്നുണ്ടെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഒരു ടേസ്റ്റിന് വേണ്ടിയിട്ട്. സാധാരണ നമ്മൾ കഴിക്കുമ്പോഴായിരിക്കും സോസിലൊക്കെ ഡിപ്പ് ചെയ്ത് കഴിക്കണേ. ഇവിടെ ഇത്ത സ്പെഷ്യൽ ഒരു ടിപ്പ് നമുക്ക് പറഞ്ഞു തരികയാണ്. ഒന്ന് വെളുത്തുള്ളിയും കറിവേപ്പിലയും സ്പ്രിംഗ് ഓണിയനും അല്ലേ കൂടി ഒന്ന് വഴറ്റിയിട്ട് ടൊമാറ്റോ കെച്ചപ്പും ആൻഡ് സോയാ സോസും കൂടി കുറച്ച് ആഡ് ചെയ്യാണ്. ഒരു സ്പൂണോളം ആഡ് ചെയ്യാം. ഒരു സ്പൂണോളം മതി. പൊട്ടറ്റോ 65നെ അതിൻ്റെ ശരിയായിട്ടുള്ള രൂപത്തിലേക്ക് നമ്മൾ വരുത്താൻ പോവുകയാണ്. അപ്പോൾ ഞങ്ങളിന്ന് വരുന്നതുകൊണ്ട് ഇത്ര സ്പെഷ്യൽ ഒരു ഡിഷ് ഉണ്ടാക്കിയതാണ്. പേര് പോലും ഇപ്പോഴാണ് ഇട്ടത് ഡിഷിന്. അതുകൊണ്ട് പ്രത്യേക ഡിഷ് മുൻപേ പരീക്ഷിച്ചിട്ടുള്ളതാണ്. പൊട്ടറ്റോ 65ന് നമുക്ക് ടച്ചിങ്സ് ഒന്നും വേണ്ട. എല്ലാം ഇട്ടായിവിടെ മിക്സായി ഇതിൽ നല്ലപോലെ ഒന്ന് കോട്ടായി വന്നു കഴിഞ്ഞാൽ നമുക്കത് ഓഫ് ചെയ്യാം. ഓക്കെ. ഇതിലേക്ക് നല്ലപോലെ ഒന്ന് നല്ലൊരു കോട്ടായി വരാൻ വേണ്ടിയിട്ട്. എന്നിട്ട് നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. ചെറുതായിട്ട് ഒന്നുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുക. ആ വെച്ചിരിക്കുന്ന മസാല നമ്മളൊന്ന് വഴറ്റിയെടുത്തത് അത് എല്ലാ ഭാഗത്തും ഒന്ന് കോട്ടാവുന്നത് വരെ മാത്രം ഒന്ന് വഴറ്റിയെടുത്താൽ ഒരു സെർവിങ് തീ ഓഫ് ചെയ്യാം. ഓക്കെ, റെഡിയാണ്. നമുക്കതൊരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. സ്പ്രിംഗ് ഓണിയൻ്റെയും കറിവേപ്പിലയുടെ ഒക്കെ നല്ല മണം ആ മസാലക്കൂട്ടൊക്കെ നല്ലോണം പിടിച്ചിട്ടുണ്ട്. സോയാ സോസും ടൊമാറ്റോ കെച്ചപ്പൊക്കെ നന്നായി പിടിച്ച് അതിൻ്റെ ഒരു പുളിയൊക്കെ നമുക്ക് ആ സ്മെല്ലിൽ നിന്ന് തന്നെ വാസനിച്ച് അറിയാൻ പറ്റുന്നുണ്ട്. പൊട്ടറ്റോ 65 അങ്ങനെ റെഡിയായിരിക്കുകയാണ്. നജയിത്ത നമുക്ക് വേണ്ടി സ്നേഹം കൂടി ചേർത്ത് തന്നിരിക്കുകയാണ്. മുഖം പോലെ തന്നെ, സൗന്ദര്യമുള്ള മുഖം പോലെ തന്നെ വളരെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള കൈപ്പുണ്യം നിറച്ച് നമുക്കിതാ പൊട്ടറ്റോ 65 റെഡിയായിരിക്കുകയാണ്. വാസനയൊക്കെ ഉണ്ട്. കുറച്ച് നേരം ഞാനത് ഇതൊക്കെ ഇങ്ങനെ ട്രൈ ചെയ്യാൻ വേണ്ടി ക്ഷമയോടെ കാത്തിരുന്നു. ഇനി ഞങ്ങളുടെ പ്രേക്ഷകർക്ക് വേണ്ടി ഇത് ഞാനിപ്പോൾ തൽക്കാലം ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ കേട്ടോ. ചൂടുണ്ട്. നമ്മുടെ ചില്ലി ഗോപിയൊക്കെ പിടിക്കുന്നൊരു ഫീലുണ്ട്. ഇപ്പോൾ ഡിപ്പ് ചെയ്യാനൊന്നുമില്ല, എല്ലാം ഇതിനകത്ത് ഉള്ള കാരണം നോക്കട്ടെ. നിങ്ങളുടെയൊക്കെ ആ ഒരു സ്നേഹം നിങ്ങളൊക്കെ കഴിക്കുമ്പോൾ ഇത് എങ്ങനെ ഉണ്ടാവും എന്നുള്ള ആ പ്രതീക്ഷയേക്കാൾ വലുതാവട്ടെ രുചി എന്നാഗ്രഹിച്ചുകൊണ്ട് നമുക്കൊന്ന് ട്രൈ ദിസ്. ചായ വെച്ചിട്ടില്ല അമ്മ. വാവ്, ഒരു രക്ഷയില്ല. അവസാനത്തെ ടൊമാറ്റോ കെച്ചപ്പും സോയാ സോസും ചേർത്തതിൻ്റെ രുചിയാണ്. പൊട്ടറ്റോ 65 അടിപൊളി. വളരെ ചെറിയ സമയം കൊണ്ട് വളരെ കുറച്ച് ചേരുവകൾ മാത്രം ചേർത്ത് നജയത്ത ഉണ്ടാക്കി തന്നതാണ്. എന്തായാലും ഉണ്ടാക്കിയ ആൾ കൂടി ഒന്ന് കഴിക്കണം. ഒരെണ്ണം ഇത്തോടി ടേസ്റ്റ് ചെയ്തോളൂ. സ്വയം ഉണ്ടാക്കിയാൽ നമ്മൾ ഒരാൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അത്രയും സന്തോഷം തന്നെയാണ്. നമ്മൾ ഉണ്ടാക്കി കൊടുക്കാനാണ് നമുക്ക് സന്തോഷം. എന്നാലും ഞാനൊക്കെ വീട്ടിൽ ഫുഡ് ഉണ്ടാക്കുമ്പോഴേ ഉണ്ടാക്കി കൊടുക്കുന്ന പോലെ സന്തോഷമാണ് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഫുഡ് കഴിക്കുമ്പോൾ. ആഹാ, എന്ത് രുചി! അതുപോലെ നല്ല ടേസ്റ്റ്, സൂപ്പറായിട്ടുണ്ട്. നജയത്തയുടെ പൊട്ടറ്റോ 65 ആണ് ഇന്ന് ലേഡീസ് അവറിലെ നമ്മുടെ സ്പെഷ്യൽ ഐറ്റം. താങ്ക് യു സോ മച്ച് ഫോർ യു പൊട്ടറ്റോ 65.